നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മളോടൊരാൾ ഉണരൂ ഉണരൂ എന്ന് പറയുന്നു. ആ ഉണരാൻ പറയുന്ന ആൾ നമ്മൾ ഉണർന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിൽ കരുതിയിട്ടുണ്ടാവുമല്ലോ. നീ അങ്ങനെ ഉറങ്ങണ്ട എന്ന് പറഞ്ഞ് ഉണർത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അവനവന് ഉപകാരമുള്ള കാര്യം ചെയ്യണോ അതോ അന്യന് ദോഷം ചെയ്യുന്ന കാര്യമാണോ നമ്മൾ ഉണർന്നതിന് ശേഷം ചെയ്യേണ്ടത്? എന്നെയൊക്കെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന രീതിയിൽ അങ്ങനെ ഉണരുമ്പോഴാണ് ആ ഉണരലിന് ഒരു ഉണർവുണ്ടാവുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഉണർത്തി ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സൃഷ്ടികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സൃഷ്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ദി കേരള സ്റ്റോറി 2 എന്നാണ് അവരതിനെ പേരിട്ടിരിക്കുന്നത്. കേരളവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും കേരളത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ആണിക്കല്ല്, ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്ന ഒരു കാര്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്ന, കേരളത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ടീസറും ട്രെയിലറും കാണുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ട് അവരങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരള സ്റ്റോറി 2ൻ്റെ ടീസറും ട്രെയിലറും വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ടായി, ട്രോളുകളുണ്ടായി. എന്തായാലും അവരൊരു പ്രസ് കോൺഫറൻസ് അങ്ങ് നടത്തി. സംഭവം നല്ല മാസമായിട്ട് വന്ന് കണ്ടില്ലടാ ദാ കാട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ നരസിംഹത്തിൽ മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തെളിവൊക്കെ കാണിച്ച് എല്ലാവരെയും അങ്ങ് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ മൊത്തം പരിപാടി കയ്യിൽ നിന്ന് പോയി. ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു വേദിയിൽ വന്നിരുന്നതിന് ശേഷം പറയുകയാണ്, ഞങ്ങളുടെ സിനിമ ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതാണെന്ന് യവന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ആ തെളിവുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് അനുഭവസ്ഥരെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അനുഭവസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പെൺകുട്ടികളൊക്കെ വന്നിട്ടുള്ളത് ബംഗാൾ, ബീഹാർ, ബിൽവാഡ, ഗംഗാപൂർ, രാജ്കോട്ട്, ഉദയ്പൂർ, ജമ്മു, മഹാരാഷ്ട്ര, ഭോപ്പാൽ, ജാർഖണ്ഡ്, ഫരീദാബാദ്, മീററ്റ്, ദില്ലി, നോയിഡ, ഗുർഗാവൻ, ഇൻഡോർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ആ പെൺകുട്ടികളെല്ലാവരും നിരന്നിരുന്നു. അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ഡിസ്റെസ്പെക്റ്റിംഗ് ദം. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, സിനിമയുടെ പേര് കേരള സ്റ്റോറി 2 എന്നാണ്. കേരളത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയും വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കേരള സ്റ്റോറി 1 കാണാൻ ദൗർഭാഗ്യം ചെയ്തിട്ടുള്ള ആളുകൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒസാമ ബിൻ ലാദനെ വരെ ആരാധിക്കുന്ന രീതിയിലുള്ള കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പച്ചപ്പ്, അതായത് നമ്മുടെ ഈ പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ കൂടെ തന്നെ പച്ചയിൽ ഇടകലർന്ന് വന്നിരിക്കുന്ന മതത്തിൻ്റെ കരാള ഹസ്തങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ സാധനങ്ങളൊക്കെ അതിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കേരളത്തിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തുടക്കം, അല്ലെങ്കിൽ കേരളമാണ് ഇതിന് ആണിക്കല്ല് എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങളിത് ആ തെളിവ് കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു രേഖ പോലും കേരളത്തിൽ നിന്നുള്ള രേഖയാവാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അതിനോടൊപ്പം ആഡ് ചെയ്തത്, ഞങ്ങളുടെ കയ്യിൽ ഇനിയും ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു, പക്ഷേ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പേരിൽ ഒതുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോരോ ലിഡിക്കും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പത്രക്കാർ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. ഇത് അണിയറ പ്രവർത്തകരോട്, സത്യം പറഞ്ഞാൽ പത്രപ്രവർത്തകരോട്, അത് കേരളത്തിൽ നിന്നുള്ളവരും അല്ലാതെ ഉള്ളവരും ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് അവരുടെ ഒരു ആക്സെൻറ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരാളാണ് അവരോടൊരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തിന് നിങ്ങൾ അപമാനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ യേ പൂരെ ഹിന്ദുസ്ഥാൻ മേം ഹോത്താ ഹേ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ സ്റ്റോറി അല്ലേ സാർ എന്നൊരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അതെ, ഇത് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. അപ്പോൾ പിന്നെ ഇതിന് ഇന്ത്യൻ റിയൽ സ്റ്റോറിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു പേരിട്ടാൽ പോരായിരുന്നു എന്നുള്ളൊരു മറുചോദ്യം വന്നു. അതിനവർ തത്തേ വിത്തേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. സുപ്രീം കോടതിയും സെൻട്രൽ ഗവൺമെൻറ്റും ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇത് റിയൽ സ്റ്റോറിയാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും തെളിവ് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അവരുടെ മറുചോദ്യം. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിക്കെതിരാണോ? അതല്ല സാർ. മാത്രമല്ല, ഇലക്ഷൻ ടൈമിൽ ഇങ്ങനൊരു പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞിട്ട് മലയാളികളായിട്ടുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യത്തിനോട് അവർ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഇത്രയും മനോഹരമായൊരു സ്റ്റേറ്റിൽ, നിങ്ങളുടെ സംസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനത്തെ മോശമാക്കുകയാണ് എന്നൊക്കെയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സുപ്രീം കോടതിയും പറ്റാവുന്ന മനുഷ്യാവകാശ സംഘടനകളൊക്കെയും ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു പരിപാടിയില്ല, ഇവിടെ ലവ് മാത്രമേ ഉള്ളൂ, ജിഹാദ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്ഥാനത്തെ മോശമാക്കാൻ വേണ്ടി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നവർ വാശി പിടിക്കുകയാണ്. പിന്നെ പ്രൊപ്പഗാൻഡ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് വീണ്ടും പൊളിയുന്നുണ്ട്. ഞങ്ങളൊരു പ്രശ്നം ദേശ് കെ സാമനെ വെക്കുകയാണ്, അത് ദേശം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്
ഞങ്ങളിതാ പോണേന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അപ്രത്യക്ഷരാവില്ലായിരുന്നു. എന്തായാലും ആ പത്രസമ്മേളനവും ഒരു വലിയ ചർച്ചയായിട്ട് മാറി. പക്ഷേ ഞാൻ കുറച്ച് ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചകളൊക്കെ എടുത്തു നോക്കിയപ്പോൾ അവിടെ കാണുന്നത് കൂടുതലും ഈ സിനിമയുടെ ഐഡിയോളജിയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ വട്ടം കൂടിയിരുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്, നമ്മളിതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിനെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റിയത്. കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമ്പോഴും സിനിമയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആളുകളും ആ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോടതിയും ഒക്കെ പറഞ്ഞിട്ടും ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്നേ, ഇതിനൊരു ഡെഫിനേഷൻ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ഒരു ജഡ്ജ്മെൻ്റൽ ഫാക്ടറാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കേരള സ്റ്റോറി കണ്ടിട്ടുള്ള, കേരളത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരു നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള ആളെ സംബന്ധിച്ച് ഇവർ മറ്റേ മതം മാറ്റുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണല്ലേ ആളുകൾ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നത്? ഇത് നമ്മുടെ ടൂറിസത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പുറത്തുണ്ടാവുന്ന ഒരു മതിപ്പിനെ ബാധിക്കാൻ കാരണമാവുന്ന കാര്യമാണ്. എസ്പെഷ്യലി മതത്തിൻ്റെ പേരിൽ പല ആളുകളും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിപ്പുകളും മറ്റും ഒരുപാട് വന്നു കഴിഞ്ഞു. മാത്രമല്ല ഇത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഇതിലേറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാര്യം, എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളൊരു കാര്യം, കേരള ഗവൺമെൻറ് ഈ സിനിമയെ ബാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും ഈ സിനിമ കാണാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. കേരളത്തിലെ പൊതുജനമാണ്, കേരളത്തിലെ പൊതുസമൂഹമാണ് ഈ സിനിമ നമ്മളെ അപമാനിക്കുന്നതാണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള വാദങ്ങളുമായി മുന്നോട്ട് വരികയും നമ്മുടെ ഏറ്റവും പുതിയ ജനറേഷനാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതൊരു പ്രൊപ്പഗാൻഡയാണെന്ന് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനെ എതിർത്തിരുന്നെങ്കിൽ ഇത് വേറൊരു രീതിയിൽ വായിക്കപ്പെടുമായിരുന്നു. ശരിക്കും വളരെ പക്വമായിട്ടുള്ള ഒരു നടപടിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ CBFCയും അതുപോലെ തന്നെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരുമൊക്കെ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ നിർമ്മാണ കമ്പനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവരുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുകയും ഈ ട്രൂ ഇവൻറ്റ് വേറെ എവിടെയോ നടക്കുകയും, അത് ട്രൂ ഇവൻറ്റ് പോലുമല്ല, ഒരു ഇവൻറ്റിനകത്തെ ചെറിയൊരു ട്രൂ ഫാക്ടർ എടുത്ത് അതിന് ഒരു പ്രൊപ്പഗാൻഡയോട് ചേർത്ത് ഇതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സംസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് ശരി, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കപ്പെടും. മാത്രമല്ല ഈ സിനിമ റിലീസാകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, മിക്കവാറും മത നേതാക്കന്മാരൊക്കെ ഈ സിനിമ പോയി കാണുകയും നമ്മുടെ പറ്റിയാൽ പ്രധാനമന്ത്രി വരെ ഈ സിനിമ കണ്ട് ഗംഭീര സിനിമയാണ്, ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ നമുക്ക് ആവശ്യമാണ് എന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ഇടുക വരെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ സിനിമ പരമാവധി ആളുകളിലേക്ക് എത്തുകയും നമ്മുടെ പേര് പരമാവധി ആളുകളുടെ മുമ്പിൽ ചീത്തയാവുകയും ചെയ്യും. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന കാര്യം അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ നിയമ സംവിധാനം നമുക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാനുള്ള എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് മതം മാറുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിർബന്ധിത മതപരിവർത്തനമാണ് ഇവിടുത്തെ വിഷയം. ഇപ്പം എൻ്റെ വീട്ടിൽ മതം മാറിയിട്ടുള്ള ഒരാളുണ്ട്, മറ്റൊരാൾ വിവാഹത്തിന് ശേഷം മതം മാറണോ വേണ്ടയോ എന്നൊരു ആലോചന വരികയും അയാളുടെ പാർട്ട്ണർ തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും അവർ സന്തോഷമായിട്ട്, രണ്ട് മതത്തിലുള്ള ആളുകളാണ്, രണ്ട് വിശ്വാസങ്ങളുള്ള ആളുകളാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. മതപരിവർത്തനം നടത്തിയിട്ടുള്ള ആളും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ഈ കേരള സ്റ്റോറി 2 ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. തമിഴ്നാട്ടിൽ നിന്നൊരാളാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രണയവും മതവും തമ്മിലൊരു ബന്ധമില്ലല്ലോ, അപ്പോൾ അങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്നവരെ നമ്മൾ പ്രതിരോധിക്കണ്ടേ? യെസ്, പ്രതിരോധിക്കണം. പ്രണയവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ മതവും രാഷ്ട്രീയവും തമ്മിലും യാതൊരു ബന്ധവുമില്ല. ഇതിനെ കൂട്ടിക്കുഴച്ചതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം, പ്രതിരോധിക്കണം. പ്രണയവും മതവും തമ്മിൽ കൂടിക്കലർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ മതം മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ആവുന്നുണ്ട്, ക്രിസ്ത്യാനി ഹിന്ദു ആവുന്നുണ്ട്, ഹിന്ദു മുസ്ലിം ആവുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യാനി ആവുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ, ഏറ്റവും അധികം മതപരിവർത്തനത്തിന് വിധേയരാകേണ്ടി വരുന്നത് പെൺകുട്ടികളാവുന്നു എന്നുള്ളതാണ്. ഏതൊരാളെയാണോ പ്രണയിക്കുന്നത്, ഏത് പുരുഷനെ പ്രണയിക്കുന്നത്, അവൻ ഏത് മതത്തിലാണോ അവൻ്റെ മതത്തിലേക്ക് കൺവേർട്ട് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ സ്ത്രീകൾ നേരിടുന്നൊരു പ്രശ്നമാണ്. നമുക്ക് ഈ വിഷയത്തിനെ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. ഇനി നിർബന്ധിതമായ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേമിക്കുന്നു,
നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ ആ ഒരു മതത്തിലേക്ക് മറ്റേയാൾ കൺവേർട്ട് ചെയ്യപ്പെടണം എന്നൊരു ഘട്ടം വരുമ്പോൾ ഇവിടെ ഉള്ളുകൊണ്ട് മറ്റേ മതം പഠിച്ചിട്ട് എനിക്ക് ആ മതത്തിലേക്ക് ചേരണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോഴും അത് നിർബന്ധിതമായ മതപരിവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവിടെ സംഭവിക്കുന്നത്. ഈ സിനിമയിലടക്കം പറയുന്നത് സെക്ഷലി ഉപയോഗിക്കുകയും അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളെയാണ് നമ്മളിവിടെ പ്രതിരോധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടുള്ള ആൾ, അദ്ദേഹം പറയുന്നത് ഈ കാര്യം നടന്നിട്ടുണ്ട്. കേരളത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തി മുസ്ലിം മതത്തിലേക്ക് മതം മാറിയിട്ടുണ്ട്. ഇനി അവളുടെ കുടുംബക്കാർ മുഴുവൻ മതം മാറിയാൽ മാത്രമേ കുടുംബവുമായി ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ എന്ന് അവളും അവളെ വിവാഹം കഴിച്ചിട്ടുള്ള ആ കുടുംബവും പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ വിവാഹം കഴിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് മതം മാറാൻ അവൾ തീരുമാനിച്ചു, മതം മാറി. ഇപ്പോൾ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇപ്പോൾ അവൾ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? അത് നമുക്കറിയില്ല. കാര്യം അങ്ങനെ പോയവളല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ നമ്മളതിനെ ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ പ്രശ്നം മറ്റൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവളെ എനിക്ക് വേണ്ടാന്ന് കുടുംബക്കാരും പ്രഖ്യാപിക്കുകയാണ്. അവിടെ അത് ഡീൽ ചെയ്യേണ്ടിയിരുന്നത്. അവളൊരു സ്വതന്ത്രയായിട്ടുള്ള വ്യക്തിയാണ്. അവൾക്ക് മതം മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ മതം മാറിക്കോട്ടെ. അപ്പോഴും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം മാറുന്നില്ലല്ലോ. അവർ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? മതപരിവർത്തനത്തിന് ശേഷം അവളെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിനെ, അവളുടെ ശരീരത്തിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലേ. പക്ഷേ അവർ വിവാഹം കഴിച്ച് എവിടെയോ ജീവിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഉള്ളതായി അറിഞ്ഞിട്ടില്ല. ഇനി സുഖമായിട്ടാണോ ജീവിക്കുന്നതെന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. അതിൻ്റെ പേരിൽ കേരള സ്റ്റോറി പോലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ദിസ് ഇസ് എ സെപ്റ്റിക് ടാങ്ക് മൂവി. അങ്ങനൊരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയാൽ, മതപരിവർത്തനം നടത്തിയ ആളുകളെ എനിക്കറിയാം എന്നുള്ളതുകൊണ്ട് മാത്രം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവുന്നില്ലല്ലോ. നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. കാരണം ഇതിനകത്ത് ഈ സിനിമയുടെ ട്രെയിലറിൽ അവർ കാണിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് മതപരിവർത്തനം കൂടാതെയും പെൺകുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്, ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല ഇവരുടെ വിഷയം. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ കോർ വിഷയം എന്ന് പറയുന്നത് മതപരിവർത്തനത്തിന് വിധേയരാകേണ്ടി വരുന്നത് കൂടുതലും സ്ത്രീകളാണെന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ? അവൾ അത്രയും നാൾ തുടർന്ന് വന്നിട്ടുള്ള ജീവിതശൈലിയും അവളുടെ ആചാരങ്ങളും ഇഷ്ടങ്ങളും അവർക്ക് തുടരാൻ സ്വാതന്ത്ര്യമില്ലേ? വിവാഹത്തിന് ശേഷവും അവർക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ക്രിസ്ത്യാനികളായിട്ടുള്ള പെൺകുട്ടികളെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റണം. നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും പറഞ്ഞത് ഇവിടെ ജിഹാദില്ല, ലവ് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നിട്ടും ഇവരിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇവിടെ മൃദുവായിട്ടുള്ള കുറച്ച് വർഗീയവാദികളുണ്ട്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള സഹപ്രവർത്തകരുണ്ടാവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കൾ പല മതത്തിലൊക്കെയുള്ള ആളുകളുണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ നന്നായിട്ട് നിൽക്കുകയും കൂട്ടുകാരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്തിട്ട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ ഇതര മതസ്ഥരായ ആളുകളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം എടോ എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ അവരവരുടെ ഒരു ഗുണം കാണിക്കും എന്ന് പറയുന്നൊരു മൃദുവായിട്ടുള്ള വർഗീയവാദിയുണ്ട്. ഇനി എല്ലാ മതക്കാരുമായിട്ടും സഹകരണത്തിലാണ്, പക്ഷേ എൻ്റെ പെങ്ങളോ മകളോ മറ്റൊരു മതത്തിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ മതം മാറാൻ തീരുമാനിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പറ്റൂല എന്ന് പറയുന്നൊരു മൃദുവായിട്ടുള്ള വർഗീയവാദിയുണ്ട്. ആ വർഗീയവാദിയെ ഒരു സമ്പൂർണ്ണ വർഗീയവാദിയാക്കി മാറ്റുക, സമ്പൂർണ്ണ മുസ്ലിം ഹെയ്റ്റ് വർദ്ധിപ്പിക്കുക. ഇത് മാത്രമാണ് കേരള സ്റ്റോറി 2 മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇതിനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. മുമ്പൊരാൾ പറഞ്ഞതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, അതായത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഹിന്ദുക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഒരിക്കലും മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ ബുദ്ധനോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും ഈ രാഷ്ട്രം പിടിച്ചടക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്നൊരു പരിപാടിയാണിതെന്ന് പറഞ്ഞിട്ട് അപ്പം ആക്രമണം അഴിച്ചു തുടങ്ങും. അതായത് മറ്റ് മതത്തിലുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ എണ്ണം കൂടുന്നുണ്ട്, ഹിന്ദുക്കളുടെ പ്രത്യുൽപാദന ശേഷി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇവരിതിനെ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ ന്യൂനപക്ഷമായി തന്നെ തുടർന്നേ പറ്റൂ എന്ന് പറയുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും. കേരള സ്റ്റോറി 1 വന്നു, നമ്മൾ അതിനെ അതിജീവിച്ചു. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ വന്നു, അതും അതിജീവിച്ചു. ഈ ദുരന്തത്തിനെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനിടയിൽ ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാ, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന എന്ന് പറഞ്ഞ് യാതൊരു തെളിവും ഇല്ലാതെ, യാതൊരു അടിസ്ഥാന വിവരവുമില്ലാതെ ഇതിനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം സമൂഹത്തിൽ സ്വീകാര്യത നേടിയിട്ടുള്ള ആളുകളാണ് ആ വൃത്തികേട് കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭീഷണി ഇവിടെയുണ്ട്. അതിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നേ. എന്തായാലും
പൊറോട്ട ഇല്ലാത്ത ബീഫും കേരളമില്ലാത്ത കേരള സ്റ്റോറിയുമായിട്ട് അവർ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും. കേരള ഹൈക്കോടതി സിനിമ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും കോടതി സിനിമ കാണട്ടെ. അതിൽ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കട്ടെ. ഇപ്പോൾ തന്നെ അവർക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് രംഗങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഈ ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ള ആ വിവരങ്ങൾ വെച്ചിട്ട് ഈ സിനിമ വരുന്നത്. സെൻസർ ബോർഡിന് പിന്നെ വലത്താട്ട് നിൽക്കട എന്നുള്ളതാണ് അവരുടെ നയം. നേരെ നിൽക്കുന്നതും സൈഡിൽ നിൽക്കുന്നതൊന്നും അവർ കാണില്ല. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതിൽ മാത്രം അവർ കുഴപ്പം കാണുള്ളൂ. ചരട് കെട്ടിയവർ ബീഫ് കഴിച്ചാൽ പ്രശ്നമാണ്. പക്ഷേ ചരട് കെട്ടിയവരെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഓമാരെ നമ്മൾ ഓടിക്കണം എന്ന് പറയുന്നൊരു സിനിമ വന്നു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് ഹാപ്പി ആയിട്ട് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയിൽ കേരളം എവിടെ സാർ, കിതർ ഹേ കേരള എന്ന് ചോദിച്ചപ്പോൾ വാലും ചുരുട്ടി ഓടിയ സിനിമയുടെ പിന്നണി പ്രവർത്തകരോട് നമോ വാഗം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.